സോ എനിവേ, ഞാനിപ്പം എൻ്റെ കോളേജിൽ ഞാൻ ചെയ്ത പ്രൊജക്റ്റ് ഉണ്ട്, ഗ്രാഫീൻ സിന്തസിസ്. അന്ന് സത്യം പറഞ്ഞ ഒന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ 2 വർഷം SBIയിൽ ജോലി ചെയ്തപ്പോഴാണ് ഇതല്ല എൻ്റെ കോളെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് പെട്ടെന്ന് അങ്ങനെ വിട്ടെറിഞ്ഞിട്ട് പോയാൽ നിലനിൽപ്പിനെ ബാധിക്കും, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇതിൽ തന്നെ പിന്തുടർന്നാൽ ഞാൻ പെട്ടെന്ന് മരിക്കും. നമ്മൾ ചെയ്യുന്ന ജോലി, അതിൽ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാകണം. ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് തോന്നണം ഇതാണ് എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന്. അല്ലാത്തൊരു പക്ഷം നമ്മളെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ കയറി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. 2 കൊല്ലം 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് SBIയിൽ തികയും. ഈ 2 കൊല്ലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെ പിന്നെയും പിന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അതിൽ അടിപൊളിയാവും. അടിപൊളിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തന്നെ കുറേ ഓവർ കോൺഫിഡൻസ് വരും, അഹങ്കാരം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അറിവുള്ളതുകൊണ്ട് അറിവില്ലാത്തതിനെ നമ്മൾ കുറേയൊക്കെ ചുറ്റിക്കാൻ നോക്കും. പിന്നെ SBIയിലായതുകൊണ്ട് കസ്റ്റമേഴ്സ് കുറേ ഉണ്ട്. അവരോടൊക്കെ ആദ്യം ഞാൻ ഇടപെടുന്നതൊക്കെ അത്യാവശ്യം മയത്തിലായിരുന്നു. ഇപ്പം ഞാൻ ഇടപെടുന്നത് വളരെ റഫായിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആകും, അങ്ങനെ ആയി പോകും. എല്ലാവരും അങ്ങനെ ആവും, മനുഷ്യനാണെങ്കിൽ. കാരണം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. നമ്മൾ ചൂടാകും. ചിലപ്പോൾ നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. ആദ്യം ചെന്നപ്പോൾ എല്ലാവരും സഹായിക്കണം, അങ്ങനെ ഇങ്ങനെ, എല്ലാവർക്കും നല്ല സർവീസ് കൊടുക്കണം, പ്രൈവറ്റ് ബാങ്ക് പോലെ തോന്നണം. നടക്കുന്ന പരിപാടിയല്ല. അണ്ടർ സ്റ്റാഫ്ഡാണ് SBI. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഒരു കസ്റ്റമറിന് പ്രൈവറ്റ് ബാങ്ക്സിലൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ട്, അതും സിറ്റീസിൽ. പിന്നെ അവർക്കുള്ള പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് തന്നെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. കാരണം മിനിമം ബാലൻസ് ഒക്കെ 10,000 തന്നെ വെക്കണമെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊക്കെ എങ്ങനെ കിട്ടാനാണ്? അതുകൊണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസവും കുറച്ചെങ്കിലും തലയ്ക്ക് വെളിവുള്ളവരൊക്കെ ആയിരിക്കും അവിടെ പ്രൈവറ്റ് ബാങ്ക്സിലൊക്കെ പോകുന്നത്. SBIയിൽ അങ്ങനെയല്ല. തുറന്നു പറയും, എല്ലാ അണ്ടനും അടകുടനും അവിടെ വന്നെത്തും. ഒന്നാമത്തെ കാര്യം, ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണെന്ന് വിശ്വാസമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ കൂടുതലാണ്. ബാക്കിയുള്ള ഷെയറൊക്കെ ആരുടെ കയ്യിലാണോ? പറഞ്ഞു വന്ന കാര്യം, ഇവിടെ തന്നെ തുടരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെയുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ഞാൻ ജോലി വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്ന ആളായിരിക്കും. ഓക്കെ, അതെല്ലാം പോട്ടെ. നമ്മൾ ജോലി വിട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന? അപ്പോൾ ഞാൻ കോളേജിൽ ചെന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഗ്രാഫീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഗ്രാഫീൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ, അത് ഒരു റെവല്യൂഷണറി മെറ്റീരിയലാണ്. അതിനെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം അത് 1 ആറ്റം തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഗ്രാഫൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഈ നോർമൽ സെല്ലില്ലേ, ബാറ്ററി, റിമോട്ടിലും അങ്ങനെയുള്ള കളിപ്പാട്ടത്തിലൊക്കെ ഇടുന്നത്, അതിനകത്ത് അടങ്ങിയിട്ടുള്ള സാധനമാണ് ഗ്രാഫൈറ്റ് റോഡ് എന്ന് പറയും. അത് തന്നെ നമ്മളിങ്ങനെ ചെത്തി എടുത്ത് അതിൻ്റെ ഏറ്റവും സിംഗിൾ ആറ്റം തിക്കായിട്ടുള്ള ലെയറിൽ അവിടുന്ന് കിട്ടുന്ന സാധനമാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഈ സാധനത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്, നല്ലൊരു തെർമൽ കണ്ടക്ടറാണ്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് സെമി കണ്ടക്ടേഴ്സിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ റിജിഡോ അല്ലെങ്കിൽ ഏറ്റവും റെസ്റ്റൻ്റ് അങ്ങനെയല്ല, വളരെ സത്യം പറയാം എനിക്കും അറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇതൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കണം. ഇതൊരു മാസ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ, അതിനെക്കുറിച്ച് എനിക്ക് റിസർച്ച് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പരിപാടി സെറ്റാക്കാൻ പറ്റിയ, അത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ എൻ്റെ ഒരു പിടിവള്ളി എന്ന് പറയാൻ. എടുക്കാൻ പോകുന്ന അങ്ങേയറ്റ റിസ്ക്കാണ്, പക്ഷേ വിശ്വാസമുണ്ട് ദൈവത്തിൽ. അത് മാത്രമേ ഉള്ളൂ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തായാലും ചെയ്യാൻ പോവുക.
6 മാസമുണ്ട് എൻ്റെ മുമ്പിൽ. ഈ 6 മാസത്തിനുള്ളിൽ എനിക്ക് ബാക്കപ്പും സെറ്റാക്കണം, ഒരു പ്ലാനും സെറ്റാക്കണം, പൈത്തണും പഠിക്കണം, ഗ്രാഫിനെ കുറിച്ച് അറിയാവുന്ന എല്ലാം പഠിക്കണം. അതേ ഉള്ളൂ. ഓക്കെ, എന്താണോ വരുന്നിടത്ത് കാണാം.